മനോഹരാണ് ഇവിടെ കാണാൻ. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നല്ല സൂപ്പറായിട്ട് നമ്മുടെ ജീപ്പും കാര്യങ്ങളൊക്കെ മിന്നായിട്ടാ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു മോർണിംഗ് വാക്കിന് പോയിട്ട് വന്നാലോ? എന്തുട്ടാണ് ഈ മെസ്സേജ്? ഞാൻ മരിച്ചിട്ടില്ല, ന്യൂസ് വെക്കടാ. ഞാൻ മരിച്ചിട്ടില്ല, ന്യൂസ് വെക്കാനോ? ഇതെന്തുട്ടി മെസ്സേജ്? എന്തായാലും പോയി നോക്കാം. ന്യൂസ് വെക്കാനല്ലോ പറഞ്ഞേ, നമുക്ക് ആ ന്യൂസാ വെച്ചാക്കാം. എന്തുട്ടാണ് മെസ്സേജ്? TV ഓൺ ചെയ്യണമല്ലോ ഇനി. പോലീസ് സ്റ്റേഷൻ വീണ്ടും ആക്രമിച്ചു ഫോട്ടോയിൽ കാണുന്ന വ്യക്തി. ഓനോ, എൻ്റെ പേര് വീണ്ടും പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്താ? എൻ്റെ പൊന്നു, അവനും മരിച്ചിട്ടില്ലായിരുന്നല്ല എന്നാ പോലീസുകാരാ വെടിവെച്ചപ്പം? ഫേക്ക് ന്യൂസാ? പാളിയില്ലോ. നമുക്ക് നേരെ നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ച് പിടിക്കാം. വേഗം നമുക്ക് അങ്ങോട്ട് പോവാം. എന്തുട്ടാണേലും നമുക്കവിടെ പോയി കാര്യം അന്വേഷിച്ചറിയണം. ഇനിയിപ്പം ഇതും നമ്മുടെ പെടലേക്ക് വരും. നമുക്ക് വേഗം നമ്മുടെ ജീപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പറപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. വേഗം പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞില്ല സീനാവും. വീണ്ടും പോലീസ് സ്റ്റേഷൻ അറ്റാക്ക് ചെയ്ത് ഈ ജീപ്പ് എങ്ങോട്ടാണാവോ പോണേ? നമുക്ക് വേഗം പോവാം. ഓക്കെ, പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ജീപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നൈസായിട്ട്. എന്നിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് വേഗം പോവാം. വേഗം പോയി ചീഫിനെ കണ്ട് കാര്യമൊക്കെ ചോദിച്ചറിയണം. സാറേ, ചീഫ് കൊണ്ടുവരണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ സാറേ, നമുക്ക് വേഗം പോയി ചീഫിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. നമ്മൾ ചീഫിനെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കണത് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മുടെ ദിവസാദൃശ്യം ഉണ്ടായാലും അവൻ്റെ ID കാർഡൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തൂങ്ങാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവൻ നമ്മുടെ പേരിലാണ് സിറ്റി ഫുള്ള് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം ഇവനെ പിടിച്ചില്ലെങ്കിൽ നമുക്ക് സീനാവും. ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് തന്നെ ഇവനെ തട്ടണം, ഇല്ലെങ്കിൽ നമുക്ക് പാടും കേട്ടോ. അവന് ഉള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലീസുകാരൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയൊക്കെയാണ്. നമുക്കെന്തായാലും ആദ്യം പോലീസുകാരും കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുമ്പേ നമുക്ക് പോകണം. പോലീസുകാർ ഇന്ന് നൈറ്റ് അറ്റാക്ക് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. നമുക്കെന്തായാലും ഇന്ന് നൈറ്റ് പോലീസുകാർ പോകുന്നതിന് മുമ്പ് തന്നെ വേഷമൊക്കെ മാറി സെറ്റായിട്ട് അവനെ പോയി തീർക്കണം. അതിന് മുമ്പ് നമുക്ക് ഗണ്ണും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ മേടിച്ച് സെറ്റാക്കണം. നമുക്കെന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നേരെ ഗൺ ഷോപ്പിലേക്കാണ് പോവുക. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ നമ്മുടെ ഗൺ ഷോപ്പിലേക്ക് പോയി ഗണ്ണും മേടിച്ച് നൈറ്റാകുമ്പോൾ നേരെ പോയി അവനുള്ള സ്പോട്ട് അറ്റാക്ക് ചെയ്ത് അവനെ കണ്ടുപിടിച്ച് തീർക്കാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും പറപ്പിച്ച് പോവാം. പോലീസുകാരെന്തായാലും ആ സ്പോട്ട് കണ്ടുപിടിച്ചിട്ടും അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അറ്റാക്ക് ചെയ്യാനായിട്ട് പോകാനായിട്ട്. എന്തായാലും നമുക്ക് നേരെ റോങ് വേ ആണെങ്കിലും കയറിയിട്ട് ഗൺ ഷോപ്പിൽ പോയി ഗണ്ണും കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കണം. അയ്യവാ പൊളി, വണ്ടിയും കാര്യങ്ങളൊക്കെ പോയല്ലോ. നമുക്ക് നേരെ ഗൺ ഷോപ്പിലേക്ക് പോവാം, എന്നിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ട് വണ്ടി ഇടാം. എന്തായാലും നമ്മൾ ഗൺ ഷോപ്പിലൊക്കെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഗൺ ഷോപ്പ്, നമുക്കിവിടെ വണ്ടി നിർത്താം. എന്നിട്ട് നമുക്ക് നേരെ ഇറങ്ങിയിട്ട് നമ്മുടെ ഗണ്ണും കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കാം. നമുക്ക് നേരെ ഗൺ ഷോപ്പിൻ്റെ അകത്തേക്കാണ് പോവാം. നമ്മളിവിടെ നമ്മുടെ ഗണ്ണും കാര്യങ്ങളൊക്കെ മേടിച്ചു. നമ്മൾ പിസ്റ്റലും AK-47 ലോഞ്ചറും റോക്കറ്റ് ലോഞ്ചറും ഒക്കെ മേടിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവനെ പണിയാം. നമുക്ക് ആദ്യം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ കൊടുക്കുക. എന്തായാലും നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് നമുക്ക് സെറ്റാക്കാം. കാരണം നമ്മുടെ ഇത് ചെയ്തതെന്ന് പോലീസുകാർക്കും മനസ്സിലാകരുത്, അവനും മനസ്സിലാകരുത്. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലേക്കാണ് വിടാം വണ്ടി. എന്നിട്ട് അവിടെ ഇട്ട് നമ്മുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വണ്ടിയുടെ പ്രോബ്ലമൊക്കെ മാറ്റാം. നമ്മുടെ ഡോറിന് ചെറിയൊരു പണി കിട്ടിയിട്ട് അതും കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റാക്കണം. കൺട്രോളില്ല. സബാഷ്. ഇപ്പോൾ ഫ്രണ്ടിലത്തെ ചില്ലും കൂടെ ശരിയാക്കേണ്ട അവസ്ഥയായിട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ മണ്ടലോട്ട് കയറ്റി അവിടെ കൊണ്ടിടാം. എന്നിട്ട് നമുക്ക് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി നല്ല സെറ്റായിട്ട് നൈറ്റ് അവനെ പോയി അടിച്ചാൽ തൂഫാനാക്കാം. നമുക്ക് നേരെ കൊണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബൈനെ കണ്ടിട്ട് ബൈയുടെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല സെറ്റാക്കാൻ പറയാം. അങ്ങനെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ കൈ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡോറും കാര്യങ്ങളൊക്കെ സെറ്റായി, കളറും കാര്യങ്ങളൊക്കെ മാറി. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയായിട്ട് വീട്ടിലോട്ടാണ് പോവാം. വീട്ടിൽ കൊണ്ടുപോയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. നൈറ്റ് ആകുമ്പോൾ അവൻ്റെ ക്യാമ്പിലെ പോയി തൂഫാനാക്കി ഇടാക്കാം. എന്നാൽ അവനെ അടിച്ച് നമുക്ക് തെറിപ്പിക്കണം.
അവൻ കുറേ നാളായി നമ്മളെ ശല്യം ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അവനെ വെറുതെ വിടരുത്. അവനുടെ പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ട് ഇനിയിപ്പം നമുക്ക് വിശ്രമവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്തായാലും നമ്മൾ വണ്ടി ഇവിടെ കൊണ്ട് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നൈറ്റും കാര്യങ്ങളൊക്കെ ആകട്ടെ. അങ്ങനെ നമ്മുടെ നൈറ്റൊക്കെ ആയിട്ടുണ്ട്. അവനെ നമുക്ക് അവൻ്റെ ബേസിലെ പോയി പൊട്ടിക്കണം, പൊട്ടിച്ച് ചതറിപ്പിക്കണം അവനെ. നമുക്ക് നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നേരെ പറപ്പിച്ച് അങ്ങോട്ടാ പോവാം, നേരെ പറപ്പിച്ച് പോവാം. ഇടിക്കരുത്, ഇടിച്ച് വർക്ക്ഷോപ്പിൽ നിറക്കിയ വണ്ടിക്കിട്ട് പണിയിട്ട് നമുക്ക് നേരെ പറപ്പിച്ച് അങ്ങോട്ട് പോവാട്ടോ. നേരെ പോവാം, എന്നിട്ട് അവനെ നമുക്ക് തീർക്കണം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മളങ്ങനെ അവൻ്റെ ബേസിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വണ്ടിയായിട്ട് അവൻ്റെ ബേസിലേക്കാണ് പോവാം. അവിടെ ചെല്ലുമ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യണം. ഓക്കെ, ലൈറ്റ് ഓഫ് ചെയ്യാം. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതാ ഈ സൈഡിലോട്ടാണ് കയറ്റി ഇവിടെ കൊണ്ടിട്ട് അങ്ങ് പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്ന് തന്നെ അകത്തോട്ടാണ് കയറി പോവുക. നടന്ന് നമുക്ക് അകത്തോട്ട് കയറി പോവാം. സൂക്ഷിച്ച് പോകണം. എന്തായാലും നമുക്ക് നമ്മുടെ പിസ്റ്റലും കാര്യങ്ങളൊക്കെ എടുത്ത് കയ്യിലും കാര്യങ്ങളൊക്കെ പിടിച്ചേക്കാം. എന്നാലും നമുക്ക് പറപ്പിച്ച് പോവാം. അതുകൊണ്ട് അയ്യോ, അവൻ്റെ കാറും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവനുണ്ടായിരിക്കണം. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ആ ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് അവൻ ഉള്ളത്. നമുക്ക് ഇതാണ് അവൻ്റെ കാർ. എനിക്കൊക്കെ അവൻ്റെ കാറ് കാണുമ്പോൾ കലി വരിക. ബിൽഡിങ്ങിൻ്റെ അകത്തും കാര്യങ്ങളൊക്കെ പോയിട്ട് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം അവനവിടെ ഉണ്ടോയെന്ന്. നമുക്ക് കയറിപ്പോയി നോക്കാം. ഞാൻ കയറിപ്പോയി നോക്കി, പക്ഷേ അവനവിടെ ഇല്ല. അവൻ എസ്കേപ്പായി. കാരണം പോലീസുകാർ ഈ സ്പോട്ട് കണ്ടുപിടിച്ചെന്ന് അവന് മനസ്സിലായി. അവൻ ഈ കാറ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. എന്തായാലും നമുക്ക് അവൻ്റെ കാറിന് വേണ്ട. നമുക്ക് നമ്മുടെ ഇതിട്ടങ്ങ് പൊട്ടിച്ചതറ പന്നക്കാറെ. അങ്ങനെ നമ്മൾ അവൻ്റെ കാറും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് ഞാനിവനെ സിറ്റി മുഴുവൻ തപ്പി. പക്ഷേ സിറ്റിയിലൊന്നും ആ തെണ്ടിയില്ല. പക്ഷേ എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഇതാണ് ആ മെസ്സേജ്. അവൻ വേറൊരു സിറ്റിയിലേക്കും കാര്യങ്ങളൊക്കെ അവൻ പോയിട്ടുണ്ട്. എന്തായാലും പോലീസുകാരെ അവനെ അന്വേഷിക്കുന്നുണ്ട്. അവിടുത്തെ സിറ്റിയിലെ പോലീസുകാരൊക്കെ അലേർട്ട് ചെയ്തിട്ടുണ്ട്. അവനെന്തായാലും തൂക്കുന്നതായിരിക്കും. എന്തായാലും അവനിനി തിരിച്ചു വരുന്നവരെയും നമുക്കൊരു പ്രശ്നമാണ്. കാരണം അവൻ നമ്മുടെ പേരിൽ അവിടെ അറ്റാക്ക് നടത്തിയാൽ നമ്മളെ അവിടുത്തെ പോലീസുകാർ വന്ന് തൂക്കിക്കൊണ്ടുപോകും. അവർക്കറിയത്തില്ലല്ലോ. എന്തായാലും അവനെ നമ്മൾ പൊക്കിയിരിക്കും. ഇല്ലെങ്കിൽ നമുക്കാണ് സീന് വരാൻ പോണത്. എന്തുകൊണ്ടാണേലും അവനെ നമുക്ക് പൊക്കാം. ഇതെന്തുകൊണ്ടാണ് ഈ മെസ്സേജ് വന്നേക്കണേ? ന്യൂസ് എടുത്ത് നോക്ക്. ന്യൂസോ? അയ്യോ, എൻ്റെ മൊബൈലിൽ ന്യൂസും ഇല്ല. വീട്ടിൽ പോയി നോക്കാം. എന്തായാലും നമുക്ക് വീട്ടിലും കാര്യങ്ങളൊക്കെ പോയി നോക്കാം. അവൻ്റെ എന്തായാലും വാർത്തയായിരിക്കും. അവൻ എവിടെയാണ് ഉള്ളത് വെച്ചാൽ നമുക്ക് ആ സിറ്റിയിലോട്ടും കാര്യങ്ങളൊക്കെ പോയിട്ട് അവനെ സ്പോട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും ന്യൂസ് എടുത്ത് നോക്കാം. വീട്ടിൽ പോയിട്ട് വേഗം വീട്ടിലേക്കാണ് പോവാം. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം. നമ്മുടെ വീട്ടിലെത്തി. ഇനി നമുക്ക് വീട്ടിലോട്ട് കയറാം. വേഗം പോയി നമ്മുടെ ടി വിയും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം നോക്കണം. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് കയറാം. നമ്മുടെ ടി വി ഇവിടെ ഉണ്ട്. നമുക്ക് ടി വി ഓൺ ചെയ്തിട്ട് ന്യൂസ് നോക്കാം. എന്തായാലും നിങ്ങൾ മോനെ, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ RG സിറ്റി വന്ന് എന്നെ തൂക്കടാ. ന്യൂസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അവൻ നമ്മളെ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. അവൻ ആ സിറ്റി ചെന്ന് അവനോട് പൊക്കാൻ. അവിടുത്തെ പോലീസുകാരുടെ സഹായമൊന്നും ഇല്ലാതെ. എന്തായാലും നമുക്ക് അവനെ ആ സിറ്റി പോയി അവനെ തൂക്കാം. അതൊക്കെ പാർട്ട് 4 വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ പാർട്ട് 3യും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സൈനിങ് ഔട്ട് TJ 2.0.